അടുത്ത തലമുറ സൃഷ്ടികളും വേണ്ട, പ്രസവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വാപ്പ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ റിലേറ്റീവ് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ആ ഉമ്മയുടെയും വാപ്പയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും മാനസിക വേദനയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവർ കല്യാണം കഴിക്കാനും അടുത്ത തലമുറ മക്കളെ സൃഷ്ടിക്കാനും ആഗ്രഹിച്ച് പാരൻസോ ഞങ്ങളെപ്പോലെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ പറയുന്നതിൽ തെറ്റുണ്ടോ? പിടിച്ചു വെച്ച് കെട്ടിപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ലെസ്ബിയൻസിനെ പറഞ്ഞപ്പോൾ അതിന് മലയാളത്തിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഈ മക്കള് കൊച്ചിലെ ചെറിയ ക്ലാസ്സിലെ ഇവരെങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുന്നതെന്ന ചോദ്യം അമ്മയോടും അച്ഛനോടും ചോദിക്കുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. ഈ ബിഗ് ബോസ് ഹൗസിനുള്ളില് ഒരുപാട് സംസാര വിഷയമായതാണ് LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സാറിന് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഇവരുടെ ഒരു റിലേഷൻ നോർമലൈസ് ചെയ്യാൻ പറ്റാത്തത്. അത് ലക്ഷ്മിയുടെ വ്യൂ പറഞ്ഞു. ഇപ്പം LGBTQ ഇതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇരിക്കുന്ന ബയോളജി കണ്ടോ, അതിൽ T എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ഒത്തിരി പേരുണ്ട്. ആ പേര് പറയുന്നില്ല എന്നുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യയെ പോലെ ഒരു രാജ്യം മെയില് ഫീമെയിൽ MFT എന്ന് പറഞ്ഞ് 3 കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും അവരെ പരിഗണിച്ചേ പറ്റൂ, അവർക്ക് എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുത്തേ പറ്റൂ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, കൂട്ടിച്ചേർത്തേ പറ്റൂ. മനസ്സിലായോ? അപ്പം ഈ T എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളായിട്ട് മെയിനായിട്ട് നിൽക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ഇവർ ട്രാൻസ് ആയി എന്നുള്ളത് ഞാൻ പഠിപ്പിക്കുന്നതാണ് കോളേജിൽ 10-30 വർഷം കൊണ്ട് എൻട്രൻസിന് പഠിപ്പിക്കുന്നതാണ്. ഇതായിരിക്കുന്ന പുസ്തകം ജെനറ്റിക്സ്. ഈ ഇരിക്കുന്ന പുസ്തകം പൊടിയുണ്ട് കേട്ടോ, ഈ ഇരിക്കുന്ന പുസ്തകം ജെനറ്റിക്സ്. ഇതിനകത്ത് ഉൾപ്പെടെയുള്ള ബുക്കുകളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഇത് പഠിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ, അപ്പോൾ പഠിപ്പിക്കുന്ന ആളുമാണ്. ഇവർ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ പ്രോബ്ലം കൊണ്ടല്ല, അവരല്ല അതിന് കാരണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളോ കുഞ്ഞിന് എന്തെങ്കിലും അനോമലി അല്ലെങ്കിൽ ക്രോമസോമൽ മൂവ്മെൻറ്റുള്ള ഇതെന്ന് പറയുന്നത് അത് പഠിക്കണം. ക്രോമസോമുകളുടെ മൂവ്മെൻ്റാണ്. അപ്പോൾ ക്രോമസോമുകളുടെ നമ്പറിലോ ക്രോമസോം ഇപ്പം അന്യൂപ്ലോയിഡി, യൂപ്ലോയിഡി, ട്രൈസോമി, അങ്ങനെ കുറേ സാധനമുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് ബയോളജി അറിയാമെന്നുള്ളവർക്കറിയാം. എൻ്റെ MPhil ജെനറ്റിക്സ് ആണ്, സൈറ്റോജെനറ്റിക്സിലാണ് ഞാൻ MPhil A ഗ്രേഡോടുകൂടി പാസ്സായത്. അപ്പോൾ ക്രോമസോമൽ മൂവ്മെൻറ്റിൽ വരുന്നപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് ആ ജനിക്കുന്ന കുഞ്ഞ് ഉത്തരവാദിയാണോ? ആണോ? അല്ല. നമ്മൾ അപ്പം ആ സൃഷ്ടി ആരാണോ അവരെ സൃഷ്ടിച്ചത് അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രോമസോമിൽ ഈ വൈകല്യങ്ങൾ അവരുടെ ബീജത്തിലും അണ്ടത്തിലും, അതല്ലേ മെയിൻ സാധനം, അതിലെന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സ്റ്റഡി നടത്തണ്ടേ? വേണ്ടേ? വേണം. ആ സ്റ്റഡികൾ നടത്തി പോകുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോമസോമൽ മൂവ്മെൻറ്റ്, ഇതൊക്കെ ഉണ്ട് സംഭവം. അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതെന്ന് പറയുന്നത് ജനറ്റിക്കലി ഉള്ളതാണ്. ട്രാൻസ് എൻ്റെ സഹോദരങ്ങളാണ്, അവർക്ക് വേണ്ടി ഞാൻ പോരാടും, അവരോട് കൂടെ തന്നെയാണ് ഞാൻ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് വിഷയങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ. പക്ഷെ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ലെസ്ബിയൻസിനെ പറഞ്ഞപ്പോൾ അതിന് മലയാളത്തിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറഞ്ഞുകൊണ്ട്, ചിലടത്ത് പത്രത്തിൽ വായിച്ചില്ലേ, ഉസ്താദ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ മറ്റൊരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇല്ലേ? ഈ പ്രകൃതിക്ക് സപ്പോർട്ടീവായിട്ട് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്ന ആണ് പെണ്ണ് എന്ന് പറയുന്ന ലൈംഗിക ബന്ധം, അതിലൂടെയാണ് അടുത്ത തലമുറ സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അപ്പം അടുത്ത തലമുറ സൃഷ്ടികളും വേണ്ട, പ്രസവിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വാപ്പ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ റിലേറ്റീവ് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് എനിക്ക് ആണുങ്ങളോട് മൊത്തം വൈരാഗ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് പെണ്ണുങ്ങളോട് മൊത്തം എന്നെ തേച്ചിട്ട് പോയതാണ്, അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് മൊത്തം വൈരാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണിനോടൊപ്പം മാത്രവും പെണ്ണിനോടൊപ്പം മാത്രവും എല്ലാവരും അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയാൽ ഈ സൃഷ്ടി എന്ന് പറയുന്ന അടുത്ത തലമുറയും ജനസംഖ്യ കുറയും അല്ലേ? അപ്പം സൃഷ്ടി പിന്നെ നടക്കുമോ? ഓരോ കുടുംബങ്ങളും പിന്നെ അനിശ്ചിതത്വത്തിലാവൂലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആമിനയുടെ കുടുംബം, ആമിനയുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആമിന മാത്രമേ ഉള്ളൂ ഒരു മകൾ. ഒരു എക്സാമ്പിൾ പറയാണ്, വേറെ സഹോദരങ്ങളില്ല.
ആമിന ഒരു പക്ഷേ തീരുമാനിക്കുകയാണ് ഞാൻ ലെസ്ബിയൻസിലേക്ക് പോവുകയാണ്, വേണ്ട ഞാൻ കല്യാണമേ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്ക് താല്പര്യമില്ല കല്യാണം, പോയി കല്യാണം കഴിച്ച് ഡൈവേഴ്സ് അയക്കുന്നതൊക്കെ ഇതെല്ലാം ഇപ്പോഴത്തെ അവസ്ഥകൾ. നമ്മുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കില്ല. ക്ഷമ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഡൈവേഴ്സ് വരില്ല, അല്ലെ അത് കുറെ കാലം കഴിയും. കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് കൂടെ ആണെങ്കിൽ രണ്ടുപേർ തമ്മിൽ, മനസ്സിലായി, ഈ അണ്ടർസ്റ്റാൻഡിങ് കുറയുന്നു, നമ്മൾ പഠിക്കേണ്ട കുറെ എത്തിക്സ് മൂല്യങ്ങളും ഇല്ലാതെ വരുന്നു. അപ്പോൾ ആമിന കല്യാണം കഴിക്കുന്നില്ല, സൃഷ്ടി നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആമിനയുടെ വാപ്പയുടെയും ഉമ്മയുടെയും അടുത്ത തലമുറയും അതിന്റെ പിന്നെ മുമ്പോട്ടുള്ള ആ തലമുറകൾ ആ കുടുംബത്തിലുണ്ടാവുമോ? സ്റ്റോപ്പായില്ലേ? അപ്പൊ ആ ഉമ്മയുടെയും വാപ്പയുടെയും അല്ലെ അച്ഛന്റെയും അമ്മയുടെയും മാനസിക വേദനയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം, അല്ലെ? നമ്മൾ എടുക്കുന്ന എനിക്ക് അമേരിക്കയിൽ പോകണം, എനിക്ക് UK പോകണം, ഞാൻ അവിടെ പോയി ജോലി പൊക്കോളൂ, നല്ല കാര്യം. എനിക്ക് അവിടെ ജോലിക്ക് പോകണം, അല്ലെ എനിക്ക് സിനിമാ നടനാവണം, നടിയാവണം, അല്ലെ അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ ഇനി കല്യാണവും കഴിക്കില്ല, അടുത്ത തലമുറ സൃഷ്ടിക്കുകയില്ല എന്ന് ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാം പലരും അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ അവരുടെ പാരൻസിന്റെ വേദന നമ്മളെന്തിനു കാണണം? നമുക്ക് നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ സെൽഫിഷ്. അപ്പൊ ഇവര് കല്യാണം കഴിക്കാനും അടുത്ത തലമുറ മക്കളെ സൃഷ്ടിക്കാനും ആഗ്രഹിച്ച് പാരൻസോ ഞങ്ങളെപ്പോലെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ പറയുന്നതിൽ തെറ്റുണ്ടോ? പിടിച്ചു വെച്ച് കെട്ടിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ കല്യാണത്തിലേക്ക് വാ, അതാ. അപ്പൊ അവിടെ അതിന് പകരം ഈ പറയുന്ന രീതിയിൽ ആണുമായും പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധം വേണ്ട, ലൈംഗിക ബന്ധം ഇല്ലാതെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ പോവും, ഓക്കെ, സന്തോഷം, നല്ല കാര്യം. എന്നാലും രണ്ട് കുടുംബങ്ങളിലും അടുത്ത തലമുറ സൃഷ്ടിയില്ലാതെ പോവല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഈ നമ്മൾ സോക്കോൾഡ് ഈ പറഞ്ഞ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്നൊക്കെ പറയുന്ന തരത്തിൽ പലരും പറയുന്ന ആ വാക്കുകൾ, അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ ആണ് രണ്ടെണ്ണം ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻസും ഗേസ് എന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ അങ്ങനെയും പെണ്ണ് ഇങ്ങനെയും പോകുമ്പോൾ ഇവരെ ഈ പറഞ്ഞ ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് കയറ്റത്തില്ല, അല്ലെങ്കിൽ അത് ലക്ഷ്മി വീട്ടിലേക്ക് കയറ്റത്തില്ല എന്നല്ല ലക്ഷ്മി യഥാർത്ഥത്തിൽ പറഞ്ഞതെന്ന് തോന്നുന്നു. വേറെ എന്തോ ഒരു ടോക്ക് വന്നപ്പോഴാണ് അവിടെ വന്നത്. പിന്നെ ലക്ഷ്മി എന്തൊക്കെ അങ്ങനെ പോയി, അതെന്തോ ആവട്ടെ. എന്ത് തന്നെയായാലും അത് അവരുടെ വ്യൂ പോയിന്റിലുള്ള സംഭവമാണ്. അപ്പോൾ ഒരു ധാർമ്മികത വെച്ച് പറയുമ്പോൾ ഈ പറയുന്ന ലെസ്ബിയൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹോമോ സെക്ഷൽ എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരെ എൻ്റെ വീട്ടിൽ കയറ്റും, ഞാൻ അവരോട് കമ്പനി അടിച്ച് നടക്കും, മനസ്സിലായില്ലേ? അതിന് സംശയമൊന്നുമില്ല. അപ്പം ലക്ഷ്മി അങ്ങനെ പറഞ്ഞതിനോട് അത് LGBT കമ്മ്യൂണിറ്റി മുഴുവൻ അല്ല കേട്ടോ, ഞാൻ അതിനെ അല്ല പറഞ്ഞത്, മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറഞ്ഞത് ഈ ഹോമോ എന്ന് പറയുന്ന കാറ്റഗറിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ പേടി അവരുടെ മക്കൾ ഇത് കണ്ടു വളരും, അല്ലേ? അപ്പൊ ഈ മക്കൾ കൊച്ചിലെ ചെറിയ ക്ലാസ്സിലെ ഇവരെങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യുന്നതെന്ന ചോദ്യം അമ്മയോടും അച്ഛനോടും ചോദിക്കുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ജാള്യത ഉണ്ടാവും. തൊലിക്കെട്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാം, 5 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള മോളോടും മോനോടും പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് സ്വാഭാവികമായിട്ട് സംസ്കാര സമ്പന്നമായ നാട്ടിൽ മൂല്യബോധമുള്ള വീടുകളിൽ അത് അത്രത്തോളം പറയാനോ കാണിക്കാനോ നമുക്ക് പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്നാൽ ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പിള്ളേർ ഇറങ്ങുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ സുഖം കണ്ടെത്തുകയാണെങ്കിലോ?